ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഫുൾ ടാങ്ക് ഫാമിലി. ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വണ്ടി ഒന്ന് വാഷിങ്ങിന് കൊണ്ടുവന്ന വീഡിയോ ആണ്. ഷോപ്പ് കാണിച്ചു തരാനാണ് പറഞ്ഞത്, പക്ഷേ എനിക്കതൊരു കണ്ടൻറ്റായിട്ട് തോന്നി. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ തെറ്റാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം. ചിലരൊക്കെ വണ്ടി വീട്ടിലിട്ട് കഴുകാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. ഓക്കെ, പുറമേക്ക് കാണുമ്പോൾ നല്ല വൃത്തിയായിരിക്കും, പക്ഷേ ഉള്ളിലെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കാറിനുള്ളിൽ കയറി എ സി ഒക്കെ ഇട്ട് പോകുമ്പോൾ ഈ ഇൻഫെക്റ്റഡ് എയറോ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ തന്നെയാണ് നമ്മൾ വീണ്ടും ശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ വണ്ടിക്കകത്തുള്ള ഡസ്റ്റ് തന്നെയാണ് വീണ്ടും നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ എത്ര പേർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ മാറ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം അടിയിലത്തെ ഫ്ലോറിൽ കണ്ട മണ്ണാണ് ഈ കാണുന്നത്. ഇത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലാറ്റിലാണ് ചേച്ചി താമസിക്കുന്നത്, അപ്പോൾ അവിടെ ഇട്ട് കഴുകുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് കൊടുത്ത് കഴുകാറാണ് പതിവ്. സോ ഞാൻ എന്തായാലും ഇന്ന് വണ്ടി കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടാക്കോളാം, ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെപ്പോഴും വണ്ടി പുറമേക്ക് കഴുകുന്ന പോലെ തന്നെ ഉള്ളും ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ളിലെ പൊടി വീണ്ടും റീസൈക്കിളായി വന്ന് നമ്മൾ എ സിയിലൂടെ ആ പൊടി തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കാറ് ക്ലീനൊക്കെ ആയി എല്ലാം കഴിഞ്ഞ ശേഷം നല്ല ലുക്കായില്ലേ? ഇതേപോലെ നോക്കുകയാണെങ്കിൽ നമുക്കും കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അതുണ്ടാകുന്ന ചിലവുകളും നമുക്ക് മാക്സിമം കുറയ്ക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. എൻ്റെ ഒരു വീഡിയോയിൽ വേറൊരു ചേട്ടൻ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു, സീബ്ര ലൈനിൽ ആളുകൾ നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ലടാവുന്നു. അതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റുമ്പോൾ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അത് എനിക്കൊരു ഉപകാരമാവും. സോ എന്നിലെ വീഡിയോസിലെ എന്തെങ്കിലും പാകപ്പിഴകളോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബുള്ളറ്റിൻ്റെ അപ്ഡേറ്റ്സ്